ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 67% പോളിംഗ്. വോട്ടിംഗ് പൊതുവെ സമാധാനപരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രചാരണത്തിനായി ഉത്തർപ്രദേശിലെ ഖോരഗ്പൂരിൽ. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. ചില്ലറ വില അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് 4.83% കുറഞ്ഞു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ലക്നൌ പോരാട്ടം. വാർത്തകൾ വിശദമായി. 4ാം ഘട്ട ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഏറ്റവും ഒടുവിൽ ലഭിച്ച കണക്ക് പ്രകാരം 67.25% പോളിംഗ് രേഖപ്പെടുത്തി. 9 സംസ്ഥാനങ്ങളിലും ജമ്മു കശ്മീരിലുമായി 96 മണ്ഡലങ്ങളിലായിരുന്നു 4ാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്നത്. വിശദാംശങ്ങളിലേക്ക്. ആന്ധ്രാപ്രദേശിൽ 76.50% തെലങ്കാനയിൽ 64.74% പോളിംഗ് രേഖപ്പെടുത്തിയത്. ബീഹാറിൽ 57.06%, ഝാർഖണ്ഡിൽ 65.2%, മധ്യപ്രദേശ് 70.98%, മഹാരാഷ്ട്ര 59.64%, ഒഡീഷ 73.97%, ഉത്തർപ്രദേശ് 58.05%, പശ്ചിമബംഗാൾ 78.37% എന്നിങ്ങനെയാണ് പോളിംഗ് ശതമാനം. ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനം പശ്ചിമബംഗാളിലാണ്. ജമ്മുകശ്മീരിൽ ശ്രീനഗർ പാർലമെന്റ് മണ്ഡലത്തിൽ ഒരു ദശാബ്ദത്തിനിടെ ആദ്യമായി പോളിംഗ് ശതമാനം 37.98 രേഖപ്പെടുത്തി. ചാണ്ഡൂര, ചരാർ-ഇ-ഷരീഫ്, ഗാന്ദർബാൽ, കങ്കാൺ, ഖാൻ സാഹിബ്, ഷോപ്പിയാൻ മേഖലകളിൽ 45%-ലേറെ പോളിംഗ് രേഖപ്പെടുത്തി. 1717 സ്ഥാനാർത്ഥികളാണ് 4ാം ഘട്ടത്തിൽ ജനവിധി തേടിയത്. പോളിംഗ് സമാധാനപൂർവ്വമായിരുന്നതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. ഉത്തർപ്രദേശിലെ 13, മഹാരാഷ്ട്രയിലെ 11, മധ്യപ്രദേശിലെയും പശ്ചിമബംഗാളിലെയും 8 വീതം സീറ്റുകളിലും ബീഹാറിലെ 5, ഝാർഖണ്ഡ്, ഒഡീഷ സംസ്ഥാനങ്ങളിലെ 4 വീതം, ജമ്മുകശ്മീരിലെ 1 സീറ്റിലും ഇന്നലെ തെരഞ്ഞെടുപ്പ് നടന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ശ്രീനഗർ പാർലമെന്റ് മണ്ഡലത്തിലെ ഉയർന്ന വോട്ടിംഗ് ശതമാനത്തിൽ ജമ്മു കശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജനങ്ങളെ അഭിനന്ദിച്ചു. ജനങ്ങൾ കൂട്ടത്തോടെ എത്തി ജനാധിപത്യത്തിലും ഭരണഘടനയിലുമുള്ള വിശ്വാസം ആവർത്തിച്ച് ഉറപ്പിച്ചെന്ന് ലഫ്റ്റനന്റ് ഗവർണർ ട്വിറ്ററിൽ പറഞ്ഞു. പ്രതികൂല സാഹചര്യത്തിലും ജനാധിപത്യത്തിന്റെ ജ്വാല കശ്മീർ താഴ്വരയിൽ ജ്വലിക്കുന്നുവെന്ന് കശ്മീർ വാസികൾ ലോകത്തിന് കാണിച്ചു കൊടുത്തതായി ശ്രീ മനോജ് സിൻഹ വ്യക്തമാക്കി. ആന്ധ്രാപ്രദേശിലെ 175 അസംബ്ലി, 25 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് പൂർത്തിയായി. സംസ്ഥാന വ്യാപകമായി അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ സ്ഥിതിഗതികൾ അവലോകനം ചെയ്തു വരികയാണെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ പറഞ്ഞു. തെലങ്കാനയിലെ 17 ലോക്സഭാ മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. നക്സൽ ബാധിത പ്രദേശങ്ങളിൽ വൈകുന്നേരം 4 മണിക്ക് പോളിംഗ് അവസാനിച്ചു. ഒഡീഷയിലെ 4 ലോക്സഭാ മണ്ഡലങ്ങളിലേക്കും 28 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള പോളിംഗ് സമാധാനപരം. ബെർഹാംപൂർ, കോരാപുട്ട്, നബ്രംഗ്പൂർ, കലഹണ്ഡി എന്നീ ലോക്സഭാ മണ്ഡലങ്ങളിലും അവയുടെ പരിധിയിൽ വരുന്ന എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലുമാണ് വോട്ടെടുപ്പ് നടന്നത്. ലോക്സഭയിലേക്ക് 37 സ്ഥാനാർത്ഥികളും നിയമസഭയിലേക്ക് 243 സ്ഥാനാർത്ഥികളുമാണ് രംഗത്തുണ്ടായിരുന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ശേഷിക്കുന്ന 3 ഘട്ടങ്ങളിലേക്കുള്ള പ്രചാരണം ഊർജിതം. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കൾ പ്രചാരണത്തിൽ സജീവമാണ്. പ്രധാനമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ നരേന്ദ്രമോദി ഇന്നലെ വൈകുന്നേരം ഉത്തർപ്രദേശിലെ വാരണസിയിൽ മെഗാ റോഡ് ഷോ നടത്തി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ റായ്ബറേലിയിലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി അമേഠിയിലും പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. BJP ഭരിക്കുന്ന 12 സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രിമാർ, പാർട്ടിയുടെ മുതിർന്ന നേതാക്കൾ, MPമാർ തുടങ്ങിയവരും സന്നിഹിതരായിരിക്കും. അതേസമയം കോൺഗ്രസ് ദേശീയ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ മഹാരാജ്ഗഞ്ചിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി വീരേന്ദ്ര ചൌധരിയുടെ നാമനിർദ്ദേശ പത്രിക സമർപ്പണ ചടങ്ങിൽ പങ്കെടുക്കും. BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദയും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ഇന്ന് അമേഠിയിൽ തിരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്യും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഖോരഗ്പൂരിൽ തിരഞ്ഞെടുപ്പ് റാലിയിൽ പങ്കെടുക്കും. AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയും അമേഠിയിൽ പ്രചാരണത്തിലുണ്ട്. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവും ഇന്ന് ഝാൻസിയിൽ
പ്രതിപക്ഷ സഖ്യ സ്ഥാനാർത്ഥിക്കായി പ്രചാരണം നടത്തും. ബഹുജൻ സമാജ് പാർട്ടി അധ്യക്ഷ മായാവതിയും ഇന്ന് ഝാൻസിയിൽ പര്യടനം നടത്തും. ചില്ലറ വിലയെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ഉപഭോക്തൃ പണപ്പെരുപ്പം ഏപ്രിലിൽ 4.83% കുറഞ്ഞു. 11 മാസത്തിനിടയിലെ ഏറ്റവും കുറഞ്ഞ നിരക്കാണിത്. ഫെബ്രുവരിയിൽ ഇത് 5.09%. 2023 ഏപ്രിലിൽ 4.70% നഗര ഗ്രാമ മേഖലകളിൽ ഏപ്രിലിൽ വിലക്കയറ്റ തോതിൽ നേരിയ കുറവുമുണ്ടായിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ചബഹാറിലെ ഷാഹിദ് ബെഹേഷ്തി തുറമുഖത്തിന്റെ നടത്തിപ്പിനായുള്ള ദീർഘകാല കരാറിൽ ഇന്ത്യയും ഇറാനും ഒപ്പുവച്ചു. ഇന്ത്യൻ പോർട്സ് ഗ്ലോബൽ ലിമിറ്റഡും ഇറാനിലെ പോർട്ട് ആൻഡ് മാരിടൈം ഓർഗനൈസേഷനും തമ്മിലുള്ള കരാറിൽ ഒപ്പുവയ്ക്കുമ്പോൾ കേന്ദ്രമന്ത്രി സർബാനന്ദ് സോനോവാൾ സന്നിഹിതനായിരുന്നു. 10 വർഷം കാലാവധിയുള്ള കരാറിലൂടെ ചബഹാറിൽ ഇന്ത്യയുടെ ദീർഘകാല ഇടപെടലിന് അടിത്തറ പാകിയതായി ശ്രീ സോനോവാൾ ചടങ്ങിൽ പറഞ്ഞു. അഫ്ഗാനിസ്ഥാൻ, മധ്യേഷ്യ, യുറേഷ്യ മേഖലകളിലേക്കുള്ള ഇന്ത്യയുടെ ബന്ധത്തിനും പ്രാദേശിക വിനിമയത്തിനും കരാർ ഉത്തേജനം പകരും. മുംബൈ ഘാട്ട് കോപ്പറിലെ പെട്രോൾ പമ്പിന് മുകളിലേക്ക് പരസ്യ ബോർഡ് തകർന്നു വീണുണ്ടായ അപകടത്തിൽ 14 മരണം സ്ഥിരീകരിച്ചു. പരിക്കേറ്റ 43 പേർ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ദേശീയ ദുരന്ത നിവാരണ സേനയും പോലീസും രക്ഷാപ്രവർത്തനം നടത്തി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ 5 ലക്ഷം സഹായധനം പ്രഖ്യാപിച്ചു. സംഭവത്തിൽ അന്വേഷണവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. വൈകിട്ട് മുംബൈയിലും പരിസര പ്രദേശങ്ങളിലുമുണ്ടായ പൊടിക്കാറ്റിലും മഴയിലുമാണ് അപകടമുണ്ടായത്. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. 72 വയസ്സായിരുന്നു. ദീർഘകാലം ബീഹാർ ഉപമുഖ്യമന്ത്രിയായി സേവനം അനുഷ്ഠിച്ചു. ക്യാൻസർ ബാധിതനായി ചികിത്സയിലിരിക്കെ ന്യൂഡൽഹിയിലെ എയിംസിൽ വച്ചായിരുന്നു അന്ത്യം. കോട്ടയം സ്വദേശിയായ ജസ്നി ജോർജ് ആണ് ഭാര്യ. വിശദാംശങ്ങളിലേക്ക്. BJPയുടെ വളർച്ചയ്ക്കും ബീഹാറിലെ വിജയത്തിനും സുശീൽ കുമാർ മോദി നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിലൂടെയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെയും അദ്ദേഹം തന്റേതായ ഇടം കണ്ടെത്തിയെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഭരണാധികാരി എന്ന നിലയിൽ സുശീൽ കുമാർ നൽകിയ സംഭാവനകൾ പ്രധാനമന്ത്രി അനുസ്മരിച്ചു. GST പാസാക്കുന്നതിൽ അദ്ദേഹം വഹിച്ച പങ്ക് എക്കാലവും സ്മരിക്കപ്പെടുമെന്നും ശ്രീ നരേന്ദ്രമോദി പറഞ്ഞു. രാഷ്ട്രീയ ജീവിതം ദരിദ്രരുടെയും പിന്നാക്കക്കാരുടെയും താൽപര്യങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച നേതാവായിരുന്നു സുശീൽ മോദിയെന്ന് കേന്ദ്രമന്ത്രി അമിത്ഷാ അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ താരപ്രചാരകരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നുവെങ്കിലും രോഗബാധിതനായതോടെ സുശീൽ മോദി പ്രചാരണത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയായിരുന്നു. ലോക്സഭാ സ്ഥാനാർത്ഥിയാകുമെന്ന് സൂചനയുണ്ടായിരുന്നെങ്കിലും രോഗം മൂർച്ഛിച്ചതോടെ പിന്മാറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് ആകാശവാണി. കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ് മെയ് 15 മുതൽ 18 വരെ നടക്കും. ഇന്ത്യയ്ക്ക് പുറത്തുള്ള 26 നഗരങ്ങൾ ഉൾപ്പെടെ 379 നഗരങ്ങളിലാണ് പരീക്ഷ നടക്കുന്നത്. പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളുടെ അഡ്മിറ്റ് കാർഡ് NTA-യുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്ന് NTA അറിയിച്ചു. അപേക്ഷാ ഫോറം നമ്പറും ജനന തീയതിയും ഉപയോഗിച്ച് അപേക്ഷകർക്ക് അഡ്മിറ്റ് കാർഡ് ഡൌൺലോഡ് ചെയ്യാം. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട ജില്ലയിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശമുണ്ട്. നാളെ തിരുവനന്തപുരം, പത്തനംതിട്ട ജില്ലകളിലും മറ്റന്നാൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനിടെ ഇത്തവണ കാലവർഷം നേരത്തെ എത്താൻ സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചു. ഈ മാസം 19ഓടെ കാലവർഷം ആൻഡമാനിൽ എത്തിച്ചേരാനാണ് സാധ്യത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ക്യാപിറ്റൽസ് ലക്നൌ സൂപ്പർ ജയന്റ്സുമായി ഏറ്റുമുട്ടും. ന്യൂഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ രാത്രി 7:30-നാണ് മത്സരം. ഇന്നലെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരായ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചതോടെ ഗുജറാത്ത് ടൈറ്റൻസ് പ്ലേ ഓഫ് കാണാതെ പുറത്തായി. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ നടന്ന മത്സരം ഒരു പന്ത് പോലും എറിയാനാകാതെയാണ് ഉപേക്ഷിച്ചത്. ഇന്തോനേഷ്യയിലെ സുമാത്ര ദ്വീപിൽ അഗ്നിപർവ്വതത്തിൽ നിന്നൊഴുകുന്ന തണുത്ത ലാവയിലും വെള്ളപ്പൊക്കത്തിലും 41 പേർ മരിച്ചു. ശനിയാഴ്ച പെയ്ത കനത്ത മഴയിൽ സുമാത്രയിലെ ഏറ്റവും സജീവമായ മരാപ്പി അഗ്നിപർവ്വതത്തിൽ നിന്ന് ചാരവും പാറകളും ഒഴുകി. മണ്ണിടിച്ചിലിൽ 2 ജില്ലകളിൽ വെള്ളപ്പൊക്കമുണ്ടായി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ടത്തിൽ 96 മണ്ഡലങ്ങളിലേക്ക് നടന്ന വോട്ടെടുപ്പിൽ 67%-ലധികം പോളിംഗ്. വോട്ടിംഗ് പൊതുവെ സമാധാനപരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണസിയിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ പ്രചാരണത്തിനായി ഉത്തർപ്രദേശിലെ ഖോരഗ്പൂരിൽ. ബീഹാർ മുൻ ഉപമുഖ്യമന്ത്രിയും മുതിർന്ന BJP നേതാവുമായ സുശീൽ കുമാർ മോദി അന്തരിച്ചു. ചില്ലറ വില അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ പണപ്പെരുപ്പ നിരക്ക് 4.83% കുറഞ്ഞു. കേരളത്തിൽ വെള്ളിയാഴ്ച വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഇന്ന് ഡൽഹി ലക്നൌ പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30-ന്.